ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഡിസംബർ 18-നാണെന്ന് തോന്നുന്നു, ജിനിൽ ജോസഫ് എൻ്റെ നമ്പർ ഇവരുടെ 5-6 വിജയമന്ത്ര ഗ്രൂപ്പ് എല്ലാത്തിലും 1000-ലധികം മെമ്പർമാരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് പെരുമാറണം, ഫോൺ വിളിച്ച് പെരുമാറണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ പുറത്ത് എനിക്കന്ന് രാവിലെ ഒരു 8:45 മുതൽ രാത്രി ഒരു 2 മണി വരെയൊക്കെ നിരന്തരമായിട്ടുള്ള കോളുകളായിരുന്നു. അതിനെ ഞാൻ അതിജീവിച്ചത് അൺനോൺ കോൾ സൈലൻസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. മെസ്സേജ് അയച്ച കൂട്ടത്തിൽ ഒരു ചേച്ചി എനിക്ക് ഇമേജ് ജിഫ് ഇമേജൊക്കെ അയച്ചിട്ട് എൻ്റെ കുനിച്ചെത്തി ഒരു ഇടിയൊക്കെ ഇടിക്കുന്ന ഒരു സാധനമാണ് അയച്ചത്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കഞ്ഞിൽ പാറ്റിയിട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കഞ്ഞിൽ മണ്ണ് വാരിയിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയെ തിരിച്ചു വിളിച്ചു. ഞാൻ തിരിച്ചു വിളിച്ച നമ്പർ കിട്ടിയിരുന്ന തിരിച്ചു വിളിച്ച ഒരാളാണ്. അപ്പോൾ അവർ കൊല്ലത്തോ മറ്റോ ആണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ, ഇത് തട്ടിപ്പായിരുന്നു, മണിച്ചേനാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ചേച്ചി എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ നമ്മൾ വിട്ടു, അത് കഴിഞ്ഞു. അതിനിടയ്ക്ക് ന്യൂ ഇയറിനോ മറ്റോ ഒരു ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നു അയച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അന്നേരം ചേച്ചി പറഞ്ഞു, ചേട്ടനൊരു ജോലി കിട്ടി, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ലാതെ പോകുന്നു. എന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞിരുന്നത് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പറഞ്ഞു, ചേട്ടനൊരു ജോലി കിട്ടി, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ ഒന്നുകിൽ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കേസിന് കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത് തിരിച്ചു വരും എന്ന് പറയുന്ന വിഡ്ഢികൾ ഇപ്പോഴും പൂളിംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ എന്ന് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.